ലക്ഷ്മി ഒണിയലിന്റെ പിന്നാലെ സോറി പറയണമെന്ന് പറഞ്ഞ് നടക്കുകയാണ്. ലക്ഷ്മിയുടെ സോറി തനിക്ക് വേണ്ട എന്ന ഭാവത്തിലായിരുന്നു ഒണിയൽ. അഭിലാഷിനോട് എല്ലാ ഹൗസ്മേറ്റ്സിനെയും വിളിച്ചിരുത്തി ഒരു മീറ്റിംഗ് വെക്കണം, ഞാൻ അവിടെ വെച്ച് ഒണിയലിനോട് സോറി പറയാമെന്നാണ് ലക്ഷ്മി പറയുന്നത്. ഒണിയൽ പറഞ്ഞു, ഞാൻ ആ കാര്യത്തിന് സഹകരിക്കുകയില്ല, എനിക്ക് അതിന് താല്പര്യവുമില്ല. നിന്റെ സോറി നീ ലാലേട്ടന്റെ എപ്പിസോഡിൽ പറഞ്ഞാൽ മതി. നീ എന്നെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? കുടുംബത്തിൽ പിറക്കാത്തവൻ എന്നല്ലേ? നിനക്ക് എന്നെക്കുറിച്ച് എന്തറിഞ്ഞിട്ടാണ് നീ അതുപോലെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം പടച്ചുവിടുന്നത്? നീ ഇത്രയെല്ലാം പറഞ്ഞിട്ടും അത് എന്റെ ഒരു രോമത്തിൽ പോലും തട്ടിയിട്ടില്ല. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ നീ എന്നെ ബ്രേക്ക് ചെയ്യാൻ പറ്റുമെന്നാണോ വിചാരിച്ചത്? നിനക്ക് ഈ ഒരു കാരണം കൊണ്ട് എന്റെ ഗെയിംസിനെയോ എന്നെയോ ബ്രേക്ക് ചെയ്യുവാൻ നിനക്ക് ഒരിക്കലും പറ്റില്ല എന്നാണ് ഒണിയൽ പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ നീ നന്നായി പേടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ സോറിയുമായി വരുന്നത്. ലക്ഷ്മി പറഞ്ഞു, എനിക്ക് പേടിയായതുകൊണ്ടല്ല, എനിക്ക് ഞാൻ അങ്ങനെ പറഞ്ഞതിൽ എനിക്ക് നല്ല ഗിൽറ്റിയായി തോന്നുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് മാപ്പ് പറയണമെന്ന് തോന്നി. അതിനാണ് ഞാൻ ഇതുപോലെ നിങ്ങളുടെ പിന്നാലെ വരുന്നത്. അപ്പോൾ ഒണിയൽ പറഞ്ഞു, ഒരു ക്രൈം ചെയ്തതിന് ശേഷം ഗിൽറ്റി ഫീൽ ചെയ്തിട്ട് എന്താണ് കാര്യം? ക്രൈം ചെയ്തു കഴിഞ്ഞാൽ ആ ക്രൈം ഇല്ലാതെ ആവുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ നീ ചെയ്ത ക്രൈമിനുള്ള ശിക്ഷ നിനക്ക് ലാലേട്ടൻ തരും. ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. അല്ലാതെ ഇതിനെക്കുറിച്ച് സംസാരിക്കുവാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്നാണ് ഒണിയൽ ലക്ഷ്മിയുടെ മുഖത്ത് നോക്കി പറഞ്ഞത്. സാറ്റർഡേ എപ്പിസോഡിന് മുന്നേ ഇത് പറഞ്ഞ് ഒത്തുതീർപ്പാക്കാമെന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് ഒണിയൽ ലക്ഷ്മിയോട് പറഞ്ഞു. നീ ഈ പറഞ്ഞ എല്ലാ സ്റ്റേറ്റ്മെന്റ്സും എന്നെ ഏതൊക്കെ രീതിയിൽ ബാധിച്ചു എന്ന് പുറത്തു പോയാൽ അറിയാം. എന്തൊക്കെയാണ് ഔട്ട് പോയിട്ടുള്ളത് എന്ന് പോലും നമുക്ക് ഇവിടെ നിന്ന് പറയാൻ സാധിക്കില്ല. നിന്റെ PR-ഉം ഇതേപോലെ എന്തെങ്കിലും കിട്ടുവാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരും എന്നെ വലിച്ചു കീറി ഒട്ടിക്കുന്നുണ്ടാകും. ഈ കാര്യം നിനക്ക് വെറും ഒരു കണ്ടന്റ് ആയിരുന്നു. എന്നാൽ നീ കളിച്ചത് എന്റെ പേഴ്സണൽ ലൈഫ് വെച്ചുകൊണ്ടാണ്. ഇത്രയും കാലം ഞാൻ പഠിച്ചുവെച്ച എന്റെ ഇമേജിനെയാണ് അത് ബാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നീ എന്നെ ബ്രേക്ക് ചെയ്യാമെന്നാണ് കരുതിയതെങ്കിൽ നിന്റെ വിചാരം വെറും വിചാരം മാത്രമാണ്. നിനക്ക് ഈ ഒരു കാരണം കൊണ്ട് എന്നെ ബ്രേക്ക് ചെയ്യുവാൻ കഴിയില്ല. ഈ കാരണങ്ങളൊന്നും എന്റെ ഗെയിംസിനും ബാധിക്കുകയില്ല. എന്നാൽ നീ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് നീ തന്നെ തിരുത്തും, അതും നാളെ ലാലേട്ടന്റെ എപ്പിസോഡിൽ വെച്ച്. നീ നോമിനേഷനിലുള്ളതല്ലേ? അപ്പോൾ നമുക്ക് നാളെ സംസാരിക്കാം. ലക്ഷ്മി പറഞ്ഞു, നാളെ സംസാരിക്കുവാനുള്ള അവസരം കിട്ടിയില്ലെങ്കിലോ എനിക്ക് നന്നായി ഗിൽറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിങ്ങളോട് മാപ്പ് പറയണം. അഭിലാഷിനോട് അതിനായി ഞാൻ ഒരു അവസരം ഒരുക്കി തരുവാൻ ഇന്നലെ മുതൽ പറയുന്നുണ്ട്. എന്നാൽ നിങ്ങൾ സഹകരിക്കാത്തത് കൊണ്ടാണ് ഇതൊന്നും നടക്കാത്തത്. ഒണിയൽ അപ്പോൾ ലക്ഷ്മിയോട് പറഞ്ഞു, നിനക്ക് സംസാരിക്കുവാനുള്ള സമയം നാളെ ഞാൻ തരാം. ലാലേട്ടന്റെ മുന്നിൽ വെച്ച് നിനക്കുള്ള സമയം ഞാൻ ചോദിച്ചു വാങ്ങിച്ചു തരാം. ആ സമയത്ത് മാത്രം നീ എന്നോട് സംസാരിച്ചാൽ മതി, അല്ലാതെ ഇപ്പോൾ ഒന്നും സംസാരിച്ച് വരണ്ട എന്നാണ് ഒണിയൽ ലക്ഷ്മിയോട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിന്റെ മുഖത്ത് പോലും നോക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഇന്നലെ പിന്നെ ടാസ്ക് ആയതുകൊണ്ടാണ് ഞാൻ നീയുമായി സഹകരിച്ചത്, അല്ലാതെ എനിക്ക് നിന്റെ മുഖം പോലും കാണുന്നത് ഇഷ്ടമല്ല എന്ന് ഒണിയൽ പറഞ്ഞു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഒണിയൽ അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് ചെയ്തത്. എന്നാൽ സത്യത്തിൽ ലക്ഷ്മി നന്നായി പേടിച്ചിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് ലക്ഷ്മി ഒട്ടും വിചാരിച്ചില്ല. ലക്ഷ്മി സത്യത്തിൽ ഒറ്റപ്പെട്ടതുപോലെയായി. മസ്താനിക്ക് വേണ്ടി സംസാരിച്ചെങ്കിലും ആ മസ്താനി പോലും പറഞ്ഞു, ഇത് പേഴ്സണലായി പറഞ്ഞാൽ മതിയായിരുന്നു, എന്തിനാണ് പബ്ലിക്കായി പറഞ്ഞതെന്ന്. എനിക്ക് ഇതൊരു കണ്ടന്റാക്കി മാറ്റിയെടുക്കുവാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഒണിയലിനോട് പ്രൈവറ്റായി സംസാരിക്കുവാനായിരുന്നു ഞാൻ ആവശ്യപ്പെട്ടത് എന്നായിരുന്നു മസ്താനി പറഞ്ഞത്. ഇതും കൂടിയായപ്പോൾ ലക്ഷ്മി സത്യത്തിൽ ശരിക്കും ഒറ്റപ്പെട്ടുപോയി. പിന്നെ ആകെയുള്ള വഴി എല്ലാവരുടെ മുന്നിൽ വെച്ച് മാപ്പ് പറയുക എന്നല്ലാതെ വേറെ ഒരു ഓപ്ഷൻ ലക്ഷ്മിക്കില്ലായിരുന്നു.